വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ട് വളർത്താവുന്നതും വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് പേര. ജൂൺ ജൂലൈ മാസമൊക്കെ നമുക്ക് പേരത്തൈ നടാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പോൾ പേരത്തൈ നടുമ്പോൾ ഇതുപോലെ ഗ്രോ ബാഗിൽ നിറയെ കായ്ക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേര നടാനായിട്ട് നമുക്ക് ഒത്തിരി സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് നട്ട് വളർത്താം. അപ്പോൾ പേര നടുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെയർ ചെയ്തിട്ടുള്ള തൈകൾ വേണം നടാനായിട്ട് സെലക്ട് ചെയ്യാൻ. അതാകുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് കായ പിടിപ്പിച്ചെടുക്കാം. നമ്മളിവിടെ ടെറസിലാണ് കേട്ടോ പേരത്തൈകളെല്ലാം നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്നും ലെയർ ചെയ്തെടുത്തിട്ടുള്ള തൈകളാണ് ഞാൻ ആ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മദർ പ്ലാന്റ് കായ്ച്ച അതേ സമയത്ത് തന്നെ നമ്മൾ ലെയർ ചെയ്തെടുത്തിട്ട് തൈകളും കായ്ക്കാറുണ്ട്. പിന്നെ നമ്മൾ പേര പെട്ടെന്ന് കായ്ക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ നടാനായിട്ട്. അപ്പോൾ ഈ ടെറസിലൊക്കെ നടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇതിന് സൂര്യപ്രകാശമൊക്കെ കിട്ടും. ഇനി പറമ്പിലൊക്കെയാണ് നമ്മൾ നടുന്നതെങ്കിൽ 1 മീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് നമ്മൾ ആദ്യം അതിനകത്ത് കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കിലോ അളവിലെങ്കിലും നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചേർക്കണം. കാരണം മണ്ണിലൂടെ വരുന്ന രോഗാണുക്കളെ ഒരുവിധം പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ കുമ്മായത്തിന് സാധിക്കും. അപ്പോൾ കുമ്മായം ചേർത്ത് 15 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം നന്നായിട്ട് അടിവളമൊക്കെ കൊടുത്ത് തൈ നടാനായിട്ട്. അപ്പോൾ അടിവളമായിട്ട് നന്നായിട്ട് പൊടിഞ്ഞ കാലിവളവും മേൽമണ്ണും കൂടി ചേർത്ത് നമ്മുടെ കുഴി ഒരു 1/4 ഭാഗം നിറച്ചതിന് ശേഷം നമുക്ക് തൈ നടാവുന്നതാണ്. ഇനി ഇതുപോലെ ഡ്രമ്മുകളിലും വലിയ ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലൊക്കെയാണ് നടുന്നതെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും ഒരേ രീതിയിൽ മിക്സ് ചെയ്ത് നിറച്ചതിന് ശേഷം പേരത്തൈ നടാം. പിന്നെ പേര നിറയെ കായ്ക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം നന്നായിട്ട് വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെടിച്ചട്ടികളിലൊക്കെ നട്ടിട്ടുള്ള പേരകളൊക്കെ ആണെങ്കിൽ ഓരോ 3 മാസത്തെ ഇടവേളകളിലും വളങ്ങൾ കൊടുക്കണം. പ്രത്യേകിച്ച് ലെയർ ചെയ്തിട്ടുള്ള തൈകളാവുമ്പോൾ നന്നായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കണം. ഇവിടെ നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്, കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കായപിടുത്തം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പേര കായ്ക്കുന്ന ഒരു സമയമൊക്കെ ആകുമ്പോൾ 100 ഗ്രാം അളവിൽ വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കുക. അതുപോലെ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇലകൾക്ക് മഞ്ഞളിപ്പ് വരികയും ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അതിനായിട്ട് വർഷത്തിൽ 2 തവണകളായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ പേരയിൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനായിട്ട് വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് NPK 18-18-18 ചേർക്കാം. പേരയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനും നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവാനും ഒക്കെ ഇത് നല്ലതാണ്. പിന്നെ പേരയിൽ കൂടുതലും ഫംഗസ് ബാധ കാണാറുണ്ട്. പലപ്പോഴും തണ്ടിലും ഇലകളിലുമൊക്കെ ഫംഗസ് കാണാറുണ്ട്. ഇത് കൃത്യസമയത്ത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകും. അപ്പോൾ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളുടെ താഴ്ഭാഗത്തും ചെടി മൊത്തത്തിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളീച്ച ശല്യം കൂടുതലായിട്ട് വന്നാൽ പേര കായ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ അതിന് വെർട്ടിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ ഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഗുരുതരമായ രീതിയിൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ 4 ദിവസം കൂടുമ്പോഴും ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പേരയിൽ പൊതുവെ കാണുന്ന പൂപ്പൽ ബാധയ്ക്ക് 100 ഗ്രാം അളവിൽ പുകയില 10 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഞെരടിയെടുക്കണം. അത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഡിഷ് വാഷ് കൂടി ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രേ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇലകളിലും തണ്ടുകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. വൈകുന്നേര സമയങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പേരയുടെ കമ്പുകൾ ഉണങ്ങി വരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉണങ്ങിയ കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൂണിംഗ് ആണ്. ഓരോ വിളവെടുപ്പിന് ശേഷവും നന്നായിട്ട് പേര പ്രൂൺ ചെയ്ത് നിർത്തുക. അപ്പോൾ ഇങ്ങനെ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ വേറെയും ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ബ്രാഞ്ചസിലാണ് അടുത്ത തവണ നമ്മുടെ പേര കായ്ക്കുന്നത്. അപ്പോൾ മാക്സിമം ബ്രാഞ്ചസ്
സ്റ്റേജസ് നമ്മുടെ പേരയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പേരയിൽ ചെയ്യുന്നത്. നല്ല രീതിയിൽ സൂര്യപ്രകാശം കൊടുക്കുക, അതുപോലെ വളങ്ങൾ കൊടുക്കുക, പിന്നെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം. നല്ല രീതിയിൽ വെള്ളവും കൊടുക്കണം. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ പേര നനച്ചു കൊടുക്കണം. ഇങ്ങനെ വളരെ കുറച്ച് പരിചരണം മാത്രം നമ്മൾ പേരയ്ക്ക് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലുള്ള പേര നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.